ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാനൊരു പഴത്തിൻ്റെ ഹലുവേൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനു വേണ്ടി 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 1 2 3 4. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത്രയും തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഈ നേന്ത്രപ്പഴം മുറിച്ചിട്ടിട്ട് ഒന്ന് അരക്കണം. ഈ പാലിൽ 4 ആണി വെല്ലം ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം തന്നെ വെല്ലം ഒന്ന് ഉരുക്കാൻ വെക്കണം. വെല്ലം ഒന്ന് ഉരുക്കാൻ വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് മാത്രം. അപ്പോഴത്തേക്ക് നമുക്ക് നേന്ത്രപ്പഴമെല്ലാം മുറിച്ച് ജാറിലേക്ക് ഇടണം. നേന്ത്രപ്പഴം മുറിച്ചിട്ട് ജാറിലേക്ക് ഇടട്ടെ ഞാൻ. അപ്പം പീശാക്കി എടുത്തു. അരിയാനുള്ള പാകത്തിന് മുറിച്ചിടണം. എന്നിട്ട് വേണം അരച്ചെടുക്കാൻ. ചെറുങ്ങനെ മുറിച്ചിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇതേപോലെയാണ് ഞാൻ മുറിച്ചിടുന്നത്. കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഇങ്ങനെയാണ് മുറിച്ചിടുന്നത്. അപ്പോൾ 4 എണ്ണം ഞാൻ ഇതേപോലെ മുറിച്ചിട്ടെ. നാല് നേന്ത്രപ്പഴവും മുറിച്ചിട്ടിട്ട് വരാം. രണ്ടെണ്ണം മുറിച്ചിട്ട്. അപ്പോൾ ഇതിനെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇതിനെ ഞാൻ അരച്ചിട്ടെടുക്കുന്നത്. തേങ്ങാപ്പാൽ ഇനി ഞാനിത് അരച്ചെടുത്തിട്ട് വരുന്നേ ഗൈസ്. എന്നിട്ട് നമുക്ക് മറ്റതും കൂടി അരച്ചെടുക്കണം. മുറിച്ചിട്ടിട്ട് ഇതാ 2 നേന്ത്രപ്പഴം തേങ്ങാപ്പാൽ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തതും കൂടി അതേപോലെ തന്നെ എടുത്തിട്ട് വരണം. അടുത്ത 2 എണ്ണം അതേപോലെ മുറിച്ചിട്ടിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. വെല്ലാടുന്ന് ഉരുകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതും കൂടി അതേപോലെ ആക്കി എടുത്തിട്ട് ഞാൻ വരാം. ഇതാ മുറിച്ചിടുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ. ഇതന്നെ പരിപാടി. അപ്പം അടുത്തും അതേപോലെ മുറിച്ചിടുന്നുണ്ട്. എന്നിട്ട് വേഗം അത് കൊടുത്തിട്ട് വരട്ടെ. വാവ് വാവ് വാവ്, അടിപൊളിയായി അടിപൊളിയായി. വേഗം 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 നോക്കുകയാണ്. വേഗം 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 അരച്ചെടുത്തിട്ട്. അപ്പം ഇതും കൂടി ഞാൻ വേഗം അരച്ചെടുത്തിട്ട് വരുന്നേ. അപ്പം ഇതാ ഞാൻ ഇതും കൂടി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. എല്ലാം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടികൾ തുടങ്ങാം. എല്ലാം അതിലേക്ക് ഒഴിച്ചതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ വെല്ലം ഉരുക്കിയതിൻ്റെ ശേഷം അടുത്ത പരിപാടിയിലേക്ക് പോകാം. പഴത്തിൻ്റെ ചാറുകൾ തേങ്ങാപ്പാലിൽ അരച്ചെടുത്തതാണ്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇത്രയാണ് കിട്ടിയത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി നോക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇതാ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഉരുക്കണം. എന്നിട്ട് വേണം അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതില്ല. നെയ്യ് ഉരുകിയിട്ടില്ല, അതുകൊണ്ട് കിട്ടുന്നില്ല. സ്പൂണിനെ കൊണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. ചെറിയതായിട്ട് അതിൻ്റെ അകത്തുള്ള നെയ്യ് എടുക്കുക. ഏതായാലും കുറച്ച് നെയ്യ് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ കുപ്പിയിൽ കുറച്ച് നെയ്യുണ്ട് ഗൈസ്. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്. ആ അണ്ടിപ്പരിപ്പിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രമേ ഉള്ളൂ, അധികമൊന്നുമില്ല. അണ്ടിപ്പരിപ്പ് അത്രയേ ഉള്ളൂ.
എന്നിട്ട് എടുത്ത് വെക്കാം. അണ്ടിപ്പരിപ്പ് അത്ര പൊടിയേക്കും, അധികമില്ല. അണ്ടിപ്പരിപ്പൊക്കെ തീർന്നു പോയി ഗൈസ്, തിന്ന് തീർന്നു പോയി. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഒരു പ്ലേറ്റിൻ്റെ അകത്തേക്ക് മാറ്റുന്നുണ്ട്. പ്ലേറ്റിലേക്ക് അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പഴം അരച്ച് വെച്ചിട്ടില്ലേ, അത് ഞാൻ ഈ നെയ്യിലേക്ക് ഒഴിക്കുന്നുണ്ട്. പഴത്തിൻ്റെ ചാറ് ഞാൻ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. കൈവിടാതെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതങ്ങനെ കുറുകി വരും ഗൈസ്. അപ്പോൾ നമുക്ക് വെല്ലം ഉരുക്കിയത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. കുറുകി വരുമ്പോൾ വേഗം തന്നെ ഉരുകി വരും, അധികമൊന്നും നേരം കഴിയണ്ട. എല്ലാ സ്ഥലത്തും ഉപ്പാവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതിപ്പോൾ തന്നെ ഞാൻ ഇട്ടേക്കാം, ഒരു നുള്ളു ഉപ്പ്. ഓക്കെ, പിന്നെ ഏലക്കായപ്പൊടി അതും കൂടി ഇട്ടേക്കാം. എല്ലാ സ്ഥലത്തും ആയിരിക്കും ഏലക്കായൻ്റെ രുചിയും. അപ്പോൾ അതും ഇതാ ഞാൻ ഇട്ടു. ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അതും ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഗൈസ് ഇത് ഏകദേശം ആയിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെല്ലം ഉരുക്കിയത് ഒഴിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ കരടുണ്ട്, കരടെല്ലാം ആകുന്നതിനാണ് അരിച്ചൊഴിക്കുന്നത്. ഓക്കെ, അപ്പം നല്ലവണ്ണം ഇനി ഇളക്കി കൊടുക്കാം. വരണ്ട് വരണം ഈ വെള്ളത്തിൻ്റെ അകത്ത്. ഇത് പഴത്തിൻ്റെ മിക്സ് വെള്ളത്തിൻ്റെ അകത്ത് നല്ല ഇതായിട്ട് വരണം. അപ്പോൾ കുറേ വരണ്ട് വന്നതിൻ്റെ ശേഷം നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഇതിൻ്റെ അകത്തേക്ക്. അന്നേരം എല്ലാം നല്ല കണ്ടീഷനായിട്ട് വരും. കണ്ട, ഇപ്പം എല്ലാം അരിഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഗൈസ് ഏകദേശം ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഞാൻ കുറച്ച് നെയ്യിൻ്റെ അകത്തേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വേഗം എല്ലാം ഉരുണ്ട് കിട്ടും. ഓക്കെ, ഒരുപാട് നോക്കിയിട്ടില്ല, ഒരു ലേശം. ഇപ്പം അതിൻ്റെ ഇതുകൊണ്ട് വേഗം ഇതെല്ലാം റെഡിയായി വരും. വിട്ട് 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 കിട്ടും. നല്ല അടിപൊളിയായിട്ട് നല്ല ഉരുണ്ട് വരണം, എന്നാൽ മാത്രമേ ഇതാവും. ഇല്ലെങ്കിൽ ഈ പാകത്തിനൊന്നും എടുത്താൽ നല്ല കണ്ടീഷനായിട്ട് വരില്ല. നല്ല ഉരുട്ടി എടുക്കുന്ന പോലെ തന്നെ വരണം, എന്നാൽ മാത്രമേ ആവും. അപ്പോൾ ഞാൻ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചല്ലേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് ഇടാം. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്ന് കടിക്കാൻ ഇതിൻ്റെ അകത്ത് അത്രയേ ഉള്ളൂ.
അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കട്ടെ. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വരട്ടെ. ഇളക്കൽ ഞാൻ നിർത്തുന്നില്ല, ഞാൻ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നതാണ് നല്ല അടിപൊളിയായിട്ട് വരുന്നത് വരെ. അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം മാറുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഉരുക്കിയെടുക്കാം ഇതിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന് വേണ്ടി ഞാനിതാ പ്ലേറ്റെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെയ്യും പുരട്ടിയിട്ട് പ്ലേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റിലേക്കാണ് ഞാൻ മാറ്റുക. റെഡിയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഇതാ എൻ്റെ പഴത്തിൻ്റെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മാറ്റുന്നതാണ്. പാനിൽ നിന്ന് ഞാൻ മാറ്റുന്നുണ്ട്. എല്ലാം കളറെല്ലാം മാറി വന്ന് ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത് വെച്ച പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഗൈസ് ഇതാ ഞാനിത് എല്ലാം എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് മാറ്റിയിട്ടുണ്ട്, പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാനിത് പരത്തിയ പോലെ ആക്കട്ടെ. നമുക്ക് ഹലുവ നല്ല അടിപൊളിയായിട്ട് കിട്ടണ്ടേ, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരേ ലെവലിലാക്കുന്നുണ്ട് ഞാൻ ഹലുവേന. ഈ പ്ലേറ്റിൻ്റെ അകത്താണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് കിട്ടട്ടെ. ഇത് ഒരേ ലെവലിൽ ഞാനിതാ ഈ സ്പൂണിനെ കൊണ്ടാണ് ആക്കുന്നത്. ഒരു പാത്രം കൊണ്ടായാലും ആക്കാം നമുക്ക്. ഞാനിപ്പോൾ സ്പൂൺ എടുത്തിട്ട് ആ സ്പൂണിനെ കൊണ്ടാണ് ആക്കുന്നു. നല്ല അടിപൊളി ഹലുവയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ആറിക്കഴിഞ്ഞാലേ ഇപ്പം മുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂ. അതിലിടക്കണക്കിപ്പം മുറിച്ചിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. ആറിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഇതാ ഞാൻ പ്ലേറ്റിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഹലുവ കണ്ടീഷനായിട്ട് ആക്കിയിട്ടുണ്ട്. വേറെ ഇതിന് പറ്റിയൊരു പാത്രമൊന്നുമില്ല എൻ്റെ അടുത്ത്. പിന്നെ ഇപ്പോൾ ഞാൻ കേക്കാക്കുന്ന ആ പാത്രം തന്നെയാണുള്ളത്. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മാറ്റിയതാണ്. എപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ മതിയായിട്ടുണ്ടാവും. എപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയതാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇളക്കിയിട്ട് ഇതൊന്ന് കണ്ടീഷനായി വരാൻ കുറച്ച് നേരം ഇളക്കണം ഗൈസ്. ഇല്ലേ പിന്നെ വേറെ ഒരു പണിയില്ല. ഇതാ നല്ല കണ്ടീഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോവുമായിട്ട് ഞാൻ വരാം. ഇതാ കണ്ടല്ലോ, ഞാൻ പിന്നെ ഒരു പ്ലേറ്റിൽ തട്ടിയിട്ട് ഞാനിത് കാണിച്ചു തരാം. ഇതും കൂടി മുറിച്ചിട്ടെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. പഴം ഹൽവ ഇതാ ഇവിടെ റെഡി. ബൈ.